കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിലെ സ്പായിൽ അതുമായി ബന്ധപ്പെട്ട സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നത്. 6 അംഗ സംഘമാണ് ഇതിൽ പ്രതികളായി ഉള്ളത്. ഇതിൽ 3 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പ്രതി കൂടി വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾ നിരണം സ്വദേശിയാണ്. നിരണം സ്വദേശിയായ വരുൺ എന്നാണ് ഇയാളുടെ പേര്. ഗുണ്ടാ സംഘത്തിലുള്ള ആളാണ്. ആലുവയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്. ഇനി 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. അത് ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശി, ഇതിൻ്റെ പ്രധാന പ്രതി അടക്കം നേരത്തെ അറസ്റ്റിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രതികൾ അന്യ സംസ്ഥാനത്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ പാലക്കാട് അല്ല, ആലുവയിലുണ്ടായിരുന്നു ഇയാൾ അല്ലേ? ആലുവയിൽ നിന്നാണ് ഇയാളെ പിടിക്കുന്നത്. ആലുവയിൽ നിന്നാണ് വരുൺ എന്ന് പറയുന്ന പ്രതിയാണ്. ഇത് നിരണ സ്വദേശിയാണ്. വരുണാണ് പിടിയിലായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. 3 പേർ കൂടി ഇനി പിടിയിൽ ആവാനുണ്ട്. 6 പേരാണ് ഈ സ്പാ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. എന്തായാലും 3 പ്രതികൾ ഇപ്പോൾ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ആലുവയിൽ നിന്നും നിരണ സ്വദേശി വരുണാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 3 പേർ കൂടി പിടിയിലായിട്ടാണ് സാധ്യതയുണ്ട്. എന്തായാലും അവർ സംസ്ഥാനം വിട്ടെന്നുള്ള സൂചന കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെയുണ്ട്. കാരണം മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. കാരണം മൊബൈൽ ടവർ ലൊക്കേഷൻ ചെയ്യാൻ പോലീസ് അന്വേഷണം ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ട് അത്തരം കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള ഇവരുമായി ബന്ധപ്പെടാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മൊബൈൽ അവർ ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട 6 പേരാണ് തിരുവല്ല സ്പാ കേസുമായി ബന്ധപ്പെട്ടത്. അതിൽ 3 പേർ ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുണ്ട്. അതിൽ പ്രധാന പ്രതിയായ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ആദ്യ ദിവസത്തിന്റെ പിടിയിലാവുന്നു. മറ്റൊരു പ്രതി കൂടി പിന്നെ പ്രതിയായി ഇപ്പോൾ വരുൺ നിരണ സ്വദേശി വരുൺ കൂടി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതിന് ബാക്കി 3 പേർക്കുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിവാദമായ കേസാണ്. പോലീസിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. മാസപ്പിടിക്കുമ്പോൾ വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒട്ടനവധി കേസുകൾ ഗുണ്ടകളും പോലീസും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിവാദമായ കേസായതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ DSP തിരുവല്ല DSP തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയാണ് അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ ഈ വരുണാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. ഈ മരണ സുബിൻ ഒപ്പം മറ്റു 2 പേർ, മൊത്തം 3 പേർ ഇതിനകം നേരത്തെ ശശി പറഞ്ഞ പോലെ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി 3 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. ഇവർ നാട് വിട്ടുപോകാൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം സഹജീവനക്കാരിയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഈ പീഡനത്തിനിരയായ ജീവനക്കാരി ഉന്നയിച്ചിരുന്നു. ഇവരുടെ ഭർത്താവിന് അല്ലെങ്കിൽ കാമുകന് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പോലീസിൻ്റെ ഈ വിഷയത്തിലുള്ള പങ്കാളിത്തം, അതിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ശശി? തീർച്ചയായിട്ടും ഈ സഹപ്രവർത്തക, ഈ സംഭവം നടക്കുന്ന തന്നെ ഈ ജീവനക്കാരുടെ സഹപ്രവർത്തക ഈ പ്രതികൾ വന്നതിന് ശേഷം അവര് ഈ സഹപ്രവർത്തകരുടെ പെരുമാറ്റം അല്ലെങ്കിൽ രീതി അവരെ രക്ഷപ്പെടുത്താനോ മറ്റ് സഹായം ചെയ്യാനോ ഇവർക്ക് അനുകൂലമായി ഈ ജീവനക്കാരിക്ക് അനുകൂലമായി നിൽക്കാനോ അവർ തയ്യാറായില്ല. അന്നേരം തന്നെ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഹപ്രവർത്തകരുടെ ആൺ സുഹൃത്തിന് ഈ ഗുണ്ടകളുമായി ബന്ധമുള്ള കാര്യം ഈ ജീവനക്കാർ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആൺ സുഹൃത്തിനെതിരെയും പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും പിടികൂടാനുള്ള ശ്രമം പോലീസ് എന്തായാലും ചെയ്യുന്നുണ്ട്. ഒപ്പം പോലീസിലെ ചില ആളുകൾക്ക് ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി ഈ സ്ഥാപന ഉടമ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനും ഒരാവശ്യത്തിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് SP കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനും ഇതൊരു പേരുദോഷമാണ് ഈ കേസ്. എന്തായാലും പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തിരുവല്ലയിലെ സ്പാ കേന്ദ്രീകരിച്ച് അവിടെ ചെല്ലുകയും ചില മാസപ്പടി കൈപ്പറ്റുകയും ചെയ്യുന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ചില സ്പായ്ക്ക് തിരുവല്ലയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുള്ള കാര്യം കൂടി വിവരം പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം കർശന നടപടി സ്വീകരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിവാദമായ ഒരു കേസായി ഈ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി പ്രതികളെ പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള കാര്യം. നേരത്തെ ആദ്യം തന്നെ ഈ കേസ് വൈകിപ്പിച്ചു എന്നുള്ള കാര്യമാണ് ഈ ഗുണ്ടകളുമായി പോലീസിന് അപരിമിത ബന്ധമുണ്ട്, അതായത് അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം. അത് പ്രധാനമായും ഈ ഗുണ്ടകളും പോലീസും അത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പിടികൂടാൻ, അതായത് 1-ാം തീയതി നടക്കുന്ന കേസ് പിന്നീട് 2-ാം തീയതിയാണ് FIR ഇടുന്നത്. ഈ സമയം തന്നെ പ്രതികൾക്ക് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി കൊടുക്കുന്നുള്ള ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോലീസും ഗുണ്ടകളും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ വിവാദമാവുകയും പോലീസിന്റെ ആക്ഷേപവും ആരോപണവും ഉയർന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണെന്നുള്ള കാര്യം പല കോടുകളിൽ നിന്ന് വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ചില ആളുകളുടെ ഇടപെടൽ, അതായത് മരണസുബിനെ
പിടിച്ചുകൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ ഭരണകക്ഷിയിലെ രാഷ്ട്രീയ നേതാവ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഇത്ര രാഷ്ട്രീയ ബന്ധമില്ലാതെ രാഷ്ട്രീയ ബന്ധമില്ലാതെ ഈ മരണസുബിനെ പോലെയുള്ള ആൾക്ക് ഇവരുടെ സംഘാംഗങ്ങൾക്ക് ഇവിടെ എത്തുക, ഈ സ്പാ പോലെയുള്ള സ്ഥലത്ത് ഇത്ര ധൈര്യത്തോടെ ആക്രമണം നടത്താനാവുക, സ്ത്രീകളെ അടക്കം പീഡിപ്പിക്കാനാവുക, അതിനുള്ളൊരു ധൈര്യം കിട്ടില്ലല്ലോ. ഒപ്പം ഇവരൊക്കെ ഈ സ്പാകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് ഗുണ്ടാ പിരിവുകൾ നടത്തുന്ന പടിവാങ്ങുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു പങ്ക് സ്വാഭാവികമായും രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒക്കെ പോകും, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്, കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ, അതോ ഇത് മറ്റു കേസുകളെ പോലെ വളരെ പെട്ടെന്ന് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒന്നായി മാറുമോ? രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ സ്പാ കേസുകളിൽ നിന്ന് പിരിവുകൾ അത് ഉദ്യോഗസ്ഥരും പിരിവ് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അവിശ്വസ്തമായ ചില കൂട്ടുകെട്ടുകൾ ഗുണ്ടകളും രാഷ്ട്രീയക്കാരും പോലീസും തമ്മിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യമാണ് പൊതുവെ പറഞ്ഞ് ഇത് ഒരു ആരോപണം വരുന്നത്. തീർച്ചയായും ഈ പറയുന്ന ആദ്യ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ച കേസെടുക്കുന്ന കാര്യത്തിൽ വൈകുന്നു. പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാവ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ ഇപ്പോൾ രക്ഷപ്പെടാൻ കാരണം. 11ഓളം കേസിലെ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ മരണസുബിൻ, കാപ്പ കേസിലെ പ്രതി എന്ന് പറയുന്ന മരണസുബിൻ. 11ഓളം കേസുകൾ നിലവിലുണ്ട്. ആ 11ഓളം കേസുകളുള്ള പ്രതി നിലവിൽ ഈ തിരുവല്ല നഗരത്തിൽ ഇത്രയും ഗുണ്ടാപ്പിരിവ് നേരത്തെ നടത്തി, ഇപ്പോൾ നടത്തിയപ്പോഴാണ് പിടിച്ചത്. പക്ഷേ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘം. ഇപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അവർ പിടിയിലാവുന്നത്. അത്ര കേസുമായി ബന്ധപ്പെട്ടുള്ള ഗുണ്ടകൾ തിരുവല്ല നഗരത്തിൽ ഇത്തരത്തിൽ വിലസുമ്പോൾ അവരെ പിടികൂടാനോ കേസെടുക്കാനോ ചെയ്യാത്ത പോലീസ് ഇപ്പോഴാണ് ഈ കേസ് ഇത്തരത്തിലുള്ള ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അതും വൈകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇതാണ് വരുണിനെ ആലുവയിൽ നിന്നും നിരുടെ സ്വദേശി ആലുവയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 പ്രതികളാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള. 3 പേർ ഇപ്പോഴും പിടിയിലാകാനുണ്ട്. അവരെവിടാണെന്ന് പോലീസിന് കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വിവാദമായ ഒരു കേസാണ്. പോലീസിനെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പോലീസിൽ ആശ്രിതരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം വലിയ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസിനെതിരെയും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകും. വകുപ്പുതല അന്വേഷണം ഒക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ന്യായീകരിക്കുകയാണ്. ഈ ജീവനക്കാരി പരാതി പറഞ്ഞില്ല. പിന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2ാം തീയതി എഫ്ഐആർ ഇടുന്നത്. ഉടൻ തന്നെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട്. അവിടെ SHOയ്ക്കൊന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് SP കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. അത് ഊർജ്ജമായ അന്വേഷണം നടന്നു. പ്രതികളിൽ 3 പേർ കൂടി പിടിയിലാകാനുള്ള അവർ സംസ്ഥാനം വിട്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ 1 പ്രതി കൂടി പിടിയിലായി. നിരണം സ്വദേശിയായ യുവാവാണ് പിടിയിലായത്. ഇയാൾ ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളിലെ പ്രധാനിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അനധികൃത സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പരിശോധന കർശനമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കാൻ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 200ഓളം സ്പാകൾ നഗരസഭയിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്, നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ മേയർ ഈ വിഷയത്തിൽ ഇടപെടുകയും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോടും നഗരസഭയിലെ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള സ്പർശൻ സ്പാ എന്ന സ്പായിൽ നിന്ന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം നടപടികളിലേക്ക് മേയർ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ജോലിക്കെത്തിയ, അവിടെ ഇൻ്റർവ്യൂവിനെത്തിയ ഒരു യുവതിയോട് സ്പാ അധികൃതർ മോശമായി പെരുമാറി എന്നാണ് പരാതി ഉയർന്നത്. ഈ സ്ത്രീ നേരെ മേയറെ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നു മുതൽ സ്പാകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ലൈസൻസ് ഉണ്ടോ, ഇവ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടോ എന്നടക്കമുള്ളവ പരിശോധിക്കും. സാധാരണയായി ഇതിൻ്റെ നിയമം അനുസരിച്ച് സ്പാ സെൻറ്ററിന് ലൈസൻസ് വേണം, അവിടെ ഡോക്ടറുടെ സാന്നിധ്യം വേണം, ഒപ്പം ക്രോസ് മസാജിങ് അനധികൃതമാണ്. ഇതിൻ്റെ മറവിലൊക്കെ ലൈംഗിക ചൂഷണം അടക്കം നടക്കുന്നുണ്ട് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സിനെ പെടുത്തുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പലരും നാണക്കേട് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും പരാതിയായി ഉന്നയിക്കാറില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കാനാണ് നഗരസഭയുടെ തീരുമാനം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.